എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീട്ടിൽ പാഴാക്കി കളയുന്ന വസ്തുക്കൾ കൊണ്ട് എന്തെങ്കിലും പുനർനിർമ്മിക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് വളരെ നല്ല കാര്യമല്ലേ. അപ്പോൾ ഞാനിന്ന് നമ്മുടെ വീട്ടിൽ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പിയും ഒരു സ്വീറ്റ്സിൻ്റെ ബോക്സും എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മളൊരു ഓർഗനൈസർ തയ്യാറാക്കാൻ പോവാണ്. നമ്മുടെ മാർക്കറ്റിൽ ഒരു 100-150 രൂപയൊക്കെ കൊടുത്ത് വാങ്ങുന്ന ഒരു ഓർഗനൈസർ നമുക്ക് ഒരു പൈസ പോലും ചിലവില്ലാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഈ സ്വീറ്റ് ബോക്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ സൈഡിലെ ആ എഡ്ജ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം, ഒരു സൈഡിലെ മാത്രം. കാരണം നമ്മളിത് ഒട്ടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് ആ സൈഡിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. എന്തെങ്കിലും ഒരു ഭംഗിയുള്ള പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പം ഞാൻ നമ്മുടെ സ്വീറ്റ് ബോക്സ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല, പുറത്ത് ആ 3 വശങ്ങളും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ലേസ് വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പോൾ അതാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്, ടേപ്പ് മോഡലിലുള്ള. അത് ഞാൻ അതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു അട്രാക്ഷന് വേണ്ടി മാത്രം. പിന്നെ 3 സൈഡേ കവർ ചെയ്തിട്ടുള്ളൂ, ആ 4ാമത്തെ സൈഡ് കവർ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ആദ്യം എടുത്ത് ആ പ്ലാസ്റ്റിക് കുപ്പിയും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പേപ്പറോ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ച് ഭംഗിയാക്കി എടുക്കാം. അപ്പം ഞാൻ സാധാരണ നമ്മുടെ ചാർട്ട് പേപ്പർ മോഡലിലുള്ള പേപ്പർ കിട്ടില്ലേ, ആ പേപ്പർ വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ചെറുതായിട്ടൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂ കളർ ബോർഡർ പോലെ കൊടുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരണം നമ്മളിവിടെ പശ തേക്കും. അപ്പോൾ പശ തേക്കാൻ വേണ്ടി എളുപ്പത്തിന് അവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു കാർഡ് ബോർഡാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കാർഡ് ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ പ്രസൻറ്റേഷൻ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കവർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലൊരു വൈറ്റ് ഷീറ്റ് വെച്ചിട്ടാണ് നമ്മുടെ ഈ കാർഡ് ബോർഡ് പീസ് കവർ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ 3 സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഓർഗനൈസർ തയ്യാറാക്കാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവി ബോണ്ടിൻ്റെ പശയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫെവി ബോണ്ടിൻ്റെ പശ ഇല്ല, ഗ്ലൂ ഗണ്ണാണ് ഉള്ളതെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, ഏതായാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ പശയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഒട്ടിക്കാൻ പോകുന്ന ആ പ്രതലത്തിൽ ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും അത് തേച്ച് പിടിപ്പിക്കണം, എന്നിട്ട് വേണം ഒട്ടിക്കാനായിട്ട്, എന്നാലത് അത് കറക്റ്റായിട്ട് ഒട്ടിക്കിട്ടുള്ളൂ. അപ്പം ഞാനിപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൽ പശ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കാർഡ് ബോർഡിൻ്റെ പീസിലും പശ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഫെവി ബോണ്ടിൻ്റെ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വീറ്റ് ബോക്സും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ സ്വീറ്റ് ബോക്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ 2 സംഭവങ്ങളും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ നന്നായിട്ട് ഒട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ബലമായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് ഹാങ് ചെയ്തിടാവുന്ന രീതിയിൽ ഒരു കുളത്ത് തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ സൂചി നൂല് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ കുളത്ത് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിലും ചെയ്തു കൊടുക്കാവുന്നതാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിനൊരു കുളത്ത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ കുളത്തിട്ട് കൊടുക്കുന്നത് നമുക്കിത് എവിടെയെങ്കിലും കുളത്തിട്ടിട്ട് ഇതിൽ സാധനങ്ങൾ ഇട്ട് വെക്കാനാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഒരു ബോക്സും കൂടി ഈ ഷീറ്റിൽ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബോക്സേ ഒട്ടിച്ചിട്ടുള്ളൂ, പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 2 എണ്ണം വരെ ഇതിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഭാഗം പ്ലെയിൻ ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ, അവിടെയും കൂടി എന്തെങ്കിലും വെക്കാവുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.